നമ്മൾ ആഗ്രഹിക്കാത്ത എന്നാൽ നിർബന്ധമായും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ക്ഷണിക്കപ്പെടാതെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുമെന്നത്. ആ ഒരു സമയം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, എങ്ങനെയായിരിക്കും നമ്മുടെ ചിന്തകൾ, ഇതൊന്നും പലപ്പോഴും നമ്മൾ ആലോചിക്കാറേയില്ല. നമ്മുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത ആളുകൾ പോലും മരണപ്പെട്ടാൽ അവരുടെ മരണാനന്തര ക്രിയകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ പോലും ഇതുപോലെ നമുക്കും മരണം വരാനുണ്ട് എന്ന ചിന്ത ഉണ്ടാവാറില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ കാണുമ്പോഴൊക്കെ ആദ്യമായി ഉപദേശിച്ചത് ഈ ലോകത്തുള്ള ജീവിതം താൽക്കാലികമാണ് എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻകിബി. റസൂലുള്ളാഹി എൻ്റെ രണ്ട് തോളിൽ ഇങ്ങനെ കൈവച്ചു, ഇങ്ങനെ പിടിച്ചു. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം, ഒരു സ്ട്രെയിഞ്ചറിനെ പോലെ ജീവിക്കണം. ഔ അല്ലെങ്കിൽ ആബിരി സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ. എത്ര മനോഹരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. നീ വഴിയാത്രക്കാരനാണ്. അങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന, റോഡിലൂടെ പോകുന്ന ഒരാള് കുറച്ച് സമയത്തിന് വേണ്ടി ഇങ്ങോട്ട് കയറി നിന്നു അല്ലെ, ളുഹർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറിയ മനുഷ്യനെ പോലെ. നിസ്കാരം കഴിഞ്ഞാൽ അയാൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. അതുപോലെയാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നത്, ഒരു വഴിയാത്രക്കാരനായിക്കൊണ്ട്. അതുപോലെയാണ് ഈ ദുനിയാവിലേക്കും അല്ലാഹു തആല നമ്മെ പറഞ്ഞയച്ചത്. വിശ്രമിക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര പോകണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ തോളിൽ തട്ടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം മറ്റു സഹാബാക്കളെ കണ്ടാൽ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാഅ. മനുഷ്യ, നിനക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ നീ ഒരിക്കലും വൈകുന്നേരമാകട്ടെ എന്ന് പ്രതീക്ഷിക്കരുത്. അതുപോലെ വഇദാ അംസൈത, നിനക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫലാ തൻതദിർ അസ്സബാഹ, നീ ഒരിക്കലും എന്ത് നേരം വെളുക്കട്ടെ ഇനി എന്ന് കാത്തിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, കാരണം നിനക്ക് ആരോഗ്യമുള്ള സമയമാണ് ഇപ്പോ. കുറച്ചു കഴിഞ്ഞാൽ രോഗം വരും. അതിനു മുമ്പ് ഈ ആരോഗ്യത്തെ നീ ചെലവഴിക്കുക. വമിൻ ഹയാതിക ലിമൗതിക, ഈ ജീവിതം അവസാനിപ്പിച്ച്, ഈ യാത്ര അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന മരണം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. അതിൻ്റെ മുമ്പുള്ള ജീവിതം നീ ഉപയോഗപ്പെടുത്തുക എന്നാണ്. അത് യഥാർത്ഥത്തിൽ അർത്ഥവത്തായ വാക്കാണ് അല്ലെ. നമ്മൾ പലപ്പോഴും ഈ റമദാന്റെ മുമ്പേ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താ, ഇൻഷാ അല്ലാഹ് റമദാൻ ആവട്ടെ, റമദാനോട് കൂടി കുറച്ചുകൂടി അമലു സ്വാലിഹാത്തുകളൊന്ന് സജീവമാക്കണം, ദൃഢമാക്കണം. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ റമദാൻ ഇങ്ങനെ കഴിഞ്ഞു പോകും അല്ലേ. ഇപ്പൊ തന്നെ 1/3 നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയി. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, പിന്നെയാകാം എന്ന് പറഞ്ഞ് മാറ്റി. അതെല്ലാം അങ്ങനെ തന്നെ, ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും പരലോകത്തിന്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെയാകാം എന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പരലോകത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം പിന്നെയാകാമെന്ന് മാറ്റിവെച്ചാൽ അല്ലാഹു തആല പിന്നേക്കൊരു സമയം നമുക്ക് അനുവദിച്ചു കൊള്ളണമെന്നില്ല. ഇത്ര വയസ്സ് വരെ നീ ജീവിക്കുമെന്ന് അല്ലാഹു തആല നമുക്ക് ഉറപ്പ് തന്നിരുന്നുവെങ്കിൽ, അത് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അള്ളാഹുവിന് മാത്രമുള്ളൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിങ്കലാണ് സാഅത്തിന്റെ സമയം, മരണത്തിന്റെ സമയം അള്ളാഹുവിനാണ്.
വയുൻസിലുൽ ഗൈസ്, മഴ പെയ്യിക്കുന്നത് അതിന്റെ സമയം അറിയുന്നത് അല്ലാഹുവിനാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ വയറിനുള്ളിലുള്ളത് അറിയുന്നത് അല്ലാഹുവാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നിങ്ങളിൽ ഒരാളും നാളെ ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങളിൽ ഒരാൾക്കും അറിയുകയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഏത് സ്ഥലത്ത് വെച്ച് മരണപ്പെടുമെന്ന് നിങ്ങളിൽ ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല. അത് സത്യമാണ്. നമ്മളുടെ മരണം എവിടാന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ അല്ലേ? എത്ര ഉദാഹരണങ്ങളുണ്ട്. എന്ന് മരിക്കും നമുക്ക് പറയാൻ പറ്റൂല. എത്ര ഉദാഹരണങ്ങളുണ്ട്. ഗൾഫിൽ പോയി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഒരുപാട് അധ്വാനിച്ച സമ്പത്തൊക്കെ വാരിക്കൂട്ടി നാട്ടില് കൊട്ടാരം പോലെയുള്ള വലിയ വീട് പണിത് അങ്ങനെ ഹൗസ് വാമിങ്ങിന് എല്ലാവരെയും ക്ഷണിച്ച് നാട്ടിലുള്ള MLA-മാരും MP-മാരൊക്കെ അടക്കം എല്ലാവരെയും ക്ഷണിച്ച് അന്ന് രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. അങ്ങനെ ഗസ്റ്റുകളൊക്കെ കാത്തു നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഈ വ്യക്തിയുടെ മയ്യത്താണ് ഇനി ഈ വീട്ടിലേക്ക് കടന്നു വരിക. അങ്ങനെ പല സന്ദർഭങ്ങളും അല്ലേ. വയനാട് ജില്ലയിലൊരു വലിയൊരു സമ്പന്നനായ ഒരു വ്യക്തിയുടെ പര്യവസാനത്തിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇന്നും സോഷ്യൽ മീഡിയയിൽ അയാളുടെ വീടിന്റെ മുന്നൊരുക്കങ്ങളെ പറ്റിയും യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ വീടുണ്ടാക്കുന്നതിന്റെ തുടക്കം മുതൽ അവസാന ഹൗസ് വാമിങ്ങിന് വേണ്ടി മനോഹരമായിട്ട് അലങ്കരിച്ച വിളക്കുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അയാളുടെ വീട്ടിലേക്ക് ജീവനോടുകൂടി കയറാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കും ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ കുറെ അല്ലെ, നമ്മളെ സ്വന്തം ഏറ്റവും അടുത്ത ആളുകൾ. അങ്ങനെ ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണിപ്പറഞ്ഞാൽ തീരൂല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, 2 റമദാനുകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു വ്യക്തി ഗൾഫിൽ നിന്ന് വന്നതാണ്. ലീവിന് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ രസകരമായിട്ട് ചെയ്യുന്ന കുറെ പണികളുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് കടലില് ഈ കല്ലുമ്മക്കായ, ഇവിടെ തന്നെ പറയാം കല്ലുമ്മക്കായ എന്ന് തന്നെ പറയാം, കക്ക, അത് മുങ്ങാൻ വേണ്ടി പോയതാ. അപ്പൊ പോകുമ്പോ ഒരാള് പള്ളിയിലേക്ക്, റമദാന് അടുത്ത ദിവസം നോമ്പാണ്, അപ്പൊ പള്ളിയിലേക്ക് പോകുമ്പോ തമാശ രൂപത്തിൽ പറഞ്ഞു, നാളെ നോമ്പല്ലേ, അപ്പൊ അത്താഴത്തിന് നല്ല കക്കയിറച്ചി ഫ്രൈ ആക്കി തിന്നാലോ, ഞാനെ കുറച്ച് പിടിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അയാൾ പള്ളിയിലേക്ക് പോയി, ഇയാൾ കടലിലേക്കും പോയി. ഇപ്പൊ പോകുന്ന പോക്ക് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, എന്നാ കുറച്ച് കൂടുതൽ പിടിച്ച് എനിക്കും കുറച്ച് തരണോ. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അയാള് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് കടൽ തീരത്ത് ആൾക്കൂട്ടം, ഏതൊരു വ്യക്തി കടലിൽ മുങ്ങിയിട്ടുണ്ട് പക്ഷെ പിന്നീട് പൊങ്ങിയിട്ടില്ല. പിന്നീട് രക്ഷാപ്രവർത്തകരൊക്കെ വന്നു. 2-3 മണിക്കൂറിന് ശേഷം അയാളുടെ മയ്യത്താണ് പുറത്തെടുത്തത്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു സ്വപ്നം ഉണ്ടാവും, പോട്ടെ, അടുത്ത ദിവസത്തെ രാത്രിയിലുള്ള ഭക്ഷണത്തെ പറ്റി ഒരു സ്വപ്നം ഉണ്ട് അയാൾക്ക് അല്ലെ, അത്താഴം എങ്ങനെയാകണം. അതിനൊന്നും അല്ലാഹു തആല അയാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, സമയം കൊടുത്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത്, എൻ്റെ നാട് അവിടെ ആയതുകൊണ്ട് പറയും, പറഞ്ഞ സ്ഥലത്ത് 3 ആളുകൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ കക്ക മുങ്ങാൻ വേണ്ടി മാത്രം മുങ്ങിയിട്ട് മരണപ്പെട്ടു. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളൊക്കെ അവസ്ഥ അതാണ്. ഒരാൾക്കറിയില്ല, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് സ്ഥലത്ത് വെച്ച് മരണപ്പെടും നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ തമാശ രൂപത്തിൽ പറയുന്ന ഒരു രാജ്യമാണ് ഉഗാണ്ട അല്ലെ. നീ എന്താ ഉഗാണ്ടയിൽ നിന്നാണ് വരുന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരാൾ ഇതേപോലെ ബാപ്പയും മോനും കൂടി ഉഗാണ്ടയിലേക്ക് ബിസിനസ് ടൂർ പോയതാണ്. ആഫ്രിക്കൻ കൺട്രീസിലെ കാട്ടിൻ്റെ ഉള്ളിൽ. അവിടെ വെച്ച് അദ്ദേഹം, ആ കുട്ടി മരണപ്പെട്ടു. മയ്യത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ പിന്നെ മാസങ്ങൾ എടുത്തിട്ടുണ്ട്, അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. ഇത് നമുക്കറിയാം എങ്ങനെ. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ കുട്ടിയേക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ കഥ പറഞ്ഞു അല്ലെ, നമ്മളെ മരണം എപ്പോഴാന്ന് പറയാൻ പറ്റൂല. എന്നിട്ട് ഉദാഹരണം, ഈ ആഫ്രിക്കയിലെ ഉഗാണ്ടയിൽ വെച്ച് മരണപ്പെട്ട ഒരാളുടെ കഥ പറഞ്ഞപ്പോ ക്ലാസിന്റെ ഒരു മൂലയിൽ നിന്ന് പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിൽ കേട്ടു. ഒരു പെൺകുട്ടി, ഒരു +2 പ്രായത്തിലുള്ള പെൺകുട്ടി ബാക്കിൽ നിന്ന് കരയാം. അപ്പൊ എനിക്ക് എന്താന്ന് അറിയില്ല. അവസാനം കരച്ചിലടക്കി ചോദിച്ചപ്പോഴാണ്, ഉസ്താദെ, എൻ്റെ കാക്ക, അഥവാ
ഇച്ഛയായിരുന്നു അത് ആ മരണപ്പെട്ട. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം കൂടുതൽ. അതുവരെ നമ്മളെ കഥകളിൽ മാത്രം നമ്മളിങ്ങനെ പറഞ്ഞിരുന്ന ഒരു സംഭവം, ഒരു ചരിത്രം ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി അത് അനുഭവിച്ചൊരു കുട്ടി മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ആ കരച്ചിൽ ആ 1.5 മണിക്കൂറുള്ള ക്ലാസ്സിന്റെ ഇടയിൽ തീർന്നിട്ടില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ കുട്ടി കരയന്നെ. നമ്മളെ ഓർത്ത് അങ്ങനെ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ കരയുമെന്നാണ് അല്ലെ. അപ്പൊ ആ സന്ദർഭത്തിന് വേണ്ടി സഹോദരന്മാരെ നമ്മൾ എന്ത് നമ്മൾ ചെയ്യും? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഇതൊക്കെ മരണം എന്നത് ഗൗരവമുള്ള യാഥാർത്ഥ്യമാണെങ്കിലും അതിനെ ഉദാഹരിച്ച ഉദാഹരണങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉദാഹരിച്ചത്. എന്താ വിശുദ്ധ ഖുർആൻ പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിക്കുക തന്നെ ചെയ്യും. ഈ രുചിയും ആസ്വാദനവും ശരിക്കും പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ് അല്ലെ. നല്ല ടേസ്റ്റ്ഫുൾ എന്നല്ല പറയുന്നുള്ളൂ. ടേസ്റ്റുള്ള ഭക്ഷണത്തിന് ലദീദത്ത് എന്ന് പറയും, ദായിക്കത്ത് എന്ന് പറയും. അങ്ങനെ മരണത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആസ്വദിക്കുന്ന. എല്ലാവരും മരണമാക്കും. എന്നിട്ട് പറയണം, നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ പ്രതിഫലം അന്ത്യനാളിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. 2 പദം ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാണ്. ഒന്നെന്താ? എല്ലാവരും മരിക്കും. രണ്ടാമത്തത് നിങ്ങൾ അമൽ സ്വാലിഹാത്തുകളൊക്കെ പരലോകത്ത് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്നാണ്. മൂന്നാമത്തെ സെന്റൻസ് ഒക്കെ ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥത്തിലുള്ള വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോകത്തുള്ള ജീവിതം താൽക്കാലികമായ ആസ്വാദനം മാത്രമാണ്. വല്ലാത്ത വാക്കാണ്. വ്യത്യസ്ത കോണിലുള്ള കുറേ സെന്റൻസുകൾ അല്ലാഹു തആല ഇങ്ങനെ അടുപ്പിച്ചു വെച്ചു. ഒന്ന്, എല്ലാവരും മരിക്കും. രണ്ടാമത്തത്, എല്ലാവരും അമൽ സ്വാലിഹാത്തുകൾ എന്താണോ അല്ലെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അതിന്റെ പ്രതിഫലം അവിടെ കാണും. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്തുവോ അതിന്റെ ശിക്ഷയും അവിടെ കാണും. ഒന്നും ഒഴിഞ്ഞു പോകൂല അല്ലെ. അങ്ങനെ നന്മയും തിന്മൊക്കെ എങ്ങനെ തൂക്കിക്കഴിഞ്ഞാൽ ഫഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ അല്ലെ. ഹാവിയ എത്രണ്ട്, സഖുലത്തുണ്ട്, ഖഫത്തുണ്ട്. കാരണം നന്മയുടെ തുലാസ് കനം തൂങ്ങിയാൽ അവൻ റാദിയയിലായിരിക്കും. നന്മയുടെ തുലാസ് കനം കുറഞ്ഞു കഴിഞ്ഞാലോ അവൻ ഹാവിയയിലായിരിക്കും. റാദിയ എന്ന് പറഞ്ഞാൽ സംതൃപ്തമായ ജീവിതം, ഹാവിയ എന്ന് പറഞ്ഞാൽ ദുർഘടകമായ നരകം. ഈ സമയത്ത് ആ നരകത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് ഖുർആൻ പറയാം. ഈ യഥാർത്ഥത്തിലുള്ള വിജയം ഫാസ എന്ന് പറഞ്ഞാൽ, ഫായിസ് എന്ന് പറഞ്ഞാൽ വിജയി എന്നാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ ഈ ദുനിയാവിൽ നമ്മളെ എല്ലാ ജീവിതവും വിജയിക്കാൻ വേണ്ടിയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ ചെറുതാവുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളും നമ്മളെ അനിയത്തിയോ ജ്യേഷ്ഠനോ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം തരുമ്പോൾ ഉമ്മ പറയും ആരാ ഫസ്റ്റ് തിന്നാന്ന് നോക്കാന്ന് അല്ലെ. ചോറ് ആരാ ഫസ്റ്റ് തിന്ന, കുട്ടികളെ അവിടെ മുതലേ നമ്മളെ മത്സര ധ്വനിയാണ്. സ്കൂളിൽ ഓട്ട മത്സരം വെച്ചാൽ ആരും ബേക്കോട്ട് ഓടൂല, മുമ്പോട്ട് തന്നെ ഓടുള്ളൂ. ജയിക്കണം. ജയിക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതിയാണ്, അവന്റെ നാച്ചുറലി ഉള്ളതാണ്. അതിങ്ങനെ വലുതായി പിന്നീട് ബിസിനസ് നമ്മൾ കെട്ടിപ്പടുക്കുന്നു അല്ലെ. ലോകത്ത് മുഴുവനും ബിസിനസ് സാമ്രാജ്യമുള്ള ആൾക്കാരുണ്ട് എല്ലാ രാജ്യങ്ങളിലും. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ആരെങ്കിലൊക്കെ തോൽപ്പിക്കണം, വിജയിക്കണം. അപ്പൊ വിജയിക്കുക എന്നത് എല്ലാം, ഒരു വിവാഹം നടക്കുമ്പോ ആ വൈവാഹിക ജീവിതത്തിൽ വിജയം കാണണം, അതാണ് നമ്മളെ ആഗ്രഹം. തോൽക്കാൻ വേണ്ടി ആരും വിവാഹം ചെയ്യൂലല്ലോ. എന്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ വിജയം ഒരു മനുഷ്യന്റെ അടിസ്ഥാനമാണെങ്കിൽ അള്ളാഹ് പറയുന്നു ഈ ദുനിയാവിലെ വിജയമല്ല വലുത്. ഫമൻ സുഖ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്,
നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞവരാണ് യഥാർത്ഥത്തിലുള്ള വിജയി. ആ വിജയം നമുക്ക് കിട്ടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഉപദേശിച്ചാണ്, എങ്ങനെ നമ്മൾ ഓടി ഒളിച്ചാലും അവസാനം മരണത്തിലേക്ക് എത്തുമല്ലോ. എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഖുർആൻ പറയണോക്കാം, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെ കയറി ഒളിച്ചു കഴിഞ്ഞാലും മരണം നിങ്ങളെ പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നോക്കാം, ഇവിടെയും ഉദാഹരണം ഭയങ്കര രസകരമായിട്ടാണ് കൊടുത്തത് അല്ലെ. ഉയർത്തപ്പെട്ട കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ ഒളിച്ച്, വലിയ കോട്ടയുടെ ഉള്ളിൽ ഒളിച്ചു കഴിഞ്ഞാലും മരണങ്ങളെ പിടികൂടുന്ന വലിയ കോട്ടകൾ പണ്ടത്തെ രാജാക്കന്മാരുണ്ടാക്കിയ എന്തിനാ? പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഒരു നിവൃത്തിയില്ലെങ്കിൽ അവർ ആ കോട്ടന്റെ ഉള്ളിൽ ഒളിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറെ അറകളുണ്ടാവും. ഇന്നലെയും നടന്ന യുദ്ധത്തിൽ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമല്ലേ പശ്ചിമേഷ്യയിൽ, ആ യുദ്ധങ്ങളിലും രാഷ്ട്രത്തിന്റെ നേതാക്കന്മാർക്കൊക്കെ നല്ല സേഫായിട്ട് താമസിക്കാനുള്ള സ്ഥലം, കണ്ടെയ്നറുകൾ അവിടെ തയ്യാറാക്കപ്പെടുന്നു. എല്ലാവരും മരണത്തെ പേടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒളിക്കുന്ന. ഇനി നമ്മളും നോക്കാം, നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ അങ്ങാടിയിൽ ഒരു ആക്സിഡന്റ് നടന്നു, നമ്മളെന്ത് ചെയ്യും? പരിക്ക് പറ്റിയ ആളെ ഓടിപ്പ് കതച്ചിട്ട് എന്ത് ചെയ്യും? കിട്ടിയ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്തിനാ? എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടണം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കും. ഉയർത്തപ്പെട്ട കോട്ടക്കുള്ളിൽ ഒളിച്ചു കഴിഞ്ഞാലും മരണം നിങ്ങളെ പിടികൂടും. അങ്ങനെ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ എന്തൊക്കെ മാർഗം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാലും ആ മാർഗങ്ങളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടി ഒളിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾക്ക് ജീവിതം അല്ലാഹു തിരിച്ചു തന്നാലും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ഈ ജീവിതം ആസ്വദിക്കുകയുള്ളൂ. ഒരാളെ നമ്മൾ പിടിച്ച് ഐസിയുവിൽ കയറ്റി എന്തിനാ? ശ്വാസം നിലനിൽക്കാൻ, അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ്. എങ്കിൽ അയാൾ ഈ ലോകം അവസാനിക്കുന്നവരെ ജീവിക്കും? ഇല്ലല്ലോ. കുറച്ചും കൂടി സമയം ആസ്വദിക്കുന്നത് മാത്രം. അപ്പൊ നമ്മൾ ആരെ എത്ര രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും, കഴിഞ്ഞ ദിവസമല്ലേ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള കളക്ഷൻ നടന്നത്, 20 കോടി രൂപ ഒരു ആഴ്ചന്റെ ഉള്ളിൽ സമ്പാദിക്കണം. കുട്ടിക്ക് മജ്ജ മാറ്റി വെക്കൽ, അങ്ങനെയുള്ള ചികിത്സക്ക് നമ്മുടെ കേരളം മുഴുവനും ഒന്നിച്ചു. ഒരാഴ്ച കൊണ്ടല്ല, 4 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? ആൾക്കാർ പൈസ കളക്ട് ചെയ്ത് കൊടുത്തു അല്ലെ. അല്ലാഹു തആല കുട്ടിക്ക് ശിഫ നൽകട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ശിഫ നൽകട്ടെ. പക്ഷെ ആ കുട്ടിയും മാക്സിമം ജീവിക്കൽ എത്രയാണ്? അല്ലാഹു തആല നൽകിയ ഒരു ആയുസ്സിലാണ്. ഗൾഫിലുള്ള ഏതൊരു റഹീം ജയിലിലാണ്. ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മോചനദ്രവ്യം വേണം. നമ്മുടെ നാട്ടിലുള്ള കുറെ ബിസിനസ്സുകാരും എല്ലാം ഇറങ്ങി പുറപ്പെട്ടിട്ട് പൈസ കളക്ട് ചെയ്തു. അദ്ദേഹവും രക്ഷപ്പെടട്ടെ, എപ്പോഴും ജയിലിലാണ് അല്ലെ. അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. പക്ഷെ എന്നാലും നമ്മൾ രക്ഷപ്പെടുത്തിയാലോ മരണമില്ലേ? എങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും മരണമുണ്ട്. അതാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്. കുറച്ച് കൂടുതൽ ആസ്വാദനം അയാൾക്ക് നൽകുന്നത് മാത്രം. അങ്ങനെ നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഒരിക്കലും നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. ഒരുപക്ഷെ ജീവിതം കുറച്ച് കൂടുതൽ ആസ്വദിക്കാൻ നൽകിയേക്കാം. എത്ര ആസ്വദിച്ചു കഴിഞ്ഞാലും അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? മരണം വരും. അപ്പൊ അത് ഉറപ്പാണ് അല്ലെ. എങ്കിൽ സഹോദരന്മാരെ, മരണമെന്ന യാഥാർത്ഥ്യം, സക്കറാത്തിന്റെ മൗത്ത് വന്നെത്തുക തന്നെ ചെയ്യും. ബിൽ ഹഖ്, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഏതൊന്നിൽ നിന്നാണോ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്, ആ സക്രാത്തുൽ മൗത്ത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അപ്പൊ മരണം എന്തായാലും ചെയ്യും, പിടികൂടും. നമുക്ക് തീരെ ഓർമ്മയില്ലാത്ത എന്നാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സത്യമാണത്. സത്യമല്ലത്. മരിക്കുമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആരും തമ്മിലില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ലോകത്ത് അഭിപ്രായ വ്യത്യാസമാണ് അല്ലെ. നമ്മളും നമ്മുടെ സ്വന്തം ഭാര്യയും തമ്മിൽ
ഒരു കടയിൽ പോയി ഒരു സാധനം, ഒരു ഡ്രസ്സ് എടുക്കാൻ നേരത്ത് ഓള് പറയും എങ്ങക്ക് ഇത് ചേരില്ല, വേറെ എടുത്തു. അപ്പൊ നമ്മള് പറയും എനിക്കിത്. അഭിപ്രായ വ്യത്യാസമാണ്. വീട്ടില് വിവാഹം ഉണ്ടെങ്കിൽ അതിൽ എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികൾ പറയും മന്തി മതിയെന്ന്, മറ്റോടെ കബ്സ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമാണ്. ഒരു കർച്ചീഫിന്റെ കഷ്ണം വരെ എടുക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. ലോകത്ത് മതങ്ങൾ തമ്മിൽ, ഇസങ്ങൾ തമ്മിൽ, ദർശനങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യമാണെന്ത്? വജാഅത്ത് സക്റാത്തുൽ മൗത്ത്, മരണം വന്നേക്കുക തന്നെ ചെയ്യും. ബിൽ ഹഖ്, അത് യാഥാർത്ഥ്യമായും വരിക തന്നെ ചെയ്യും. അപ്പൊ മരണം ചെയ്യും എന്തായാലും ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെയാണോ വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നത് അതൊന്നും നമുക്ക് ഉണ്ടാവില്ല, അല്ലെ? ബിസിനസ് ആലോചിച്ച് പള്ളിയിൽ പോവാതെ നമ്മൾ മാറി നിൽക്കും. നമ്മളിങ്ങനെ അസർവാൻ കളിക്കുന്ന സമയത്ത് ഭയങ്കര കച്ചവടം. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇനി കുറച്ച് ഈ ആൾ തിരക്കെന്ന് കഴിഞ്ഞിട്ട് പോവാൻ. നിസ്കാരം ജമാഅത്ത് അതുപോലെ എന്ത് ചെയ്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി വെച്ച കുറെ സമ്പത്ത്, കുറെ മക്കൾ, കുറെ കുടുംബക്കാർ. ഖുർആൻ പറഞ്ഞെന്താ? കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അൻതറക ഖൈറൻ, നിങ്ങൾ ഉപേക്ഷിച്ചതെല്ലാം അത് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റപ്പെടും. ലിവസിയ്യത്തിൽ ലിൽ വാലിദീൻ, അതൊരു പക്ഷെ നിങ്ങളെ മാതാപിതാക്കളുടെ അനന്തരാവകാശമായി മാറും. വൽ അഖ്റബീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ അനന്തരാവകാശമായി മാറും. ബിൽ മഅറൂഫ്, അത് നിർബന്ധമായും മാറ്റപ്പെടും. ഹഖ്ഖൻ അലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കത് നിർബന്ധമാണ്. എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയത്! നമ്മളവിടെ കണ്ണടക്കുന്നതോടുകൂടി നമ്മൾ സമ്പാദിച്ച ലക്ഷക്കണക്കിന് രൂപ നമ്മുടേതല്ല. നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പിന്നെ നമ്മുടേതല്ല. അതിൽ പിന്നെ ഒരു നയാ പൈസ പോലും നമുക്ക് അവകാശമില്ല. അത് പിന്നെ നമ്മുടെ മക്കളുടേതാണ്, നമ്മുടെ ഭാര്യമാരുടേതാണ്, നമ്മുടെ ഭർത്താക്കന്മാരുടേതാണ്. നമ്മളിൽ നിന്ന് സമ്പത്ത് ആർക്കൊക്കെ അനന്തരാവകാശം കിട്ടോ അവരുടേതാണ് സ്വത്ത്. അതിലൊരു നയാ പൈസ പോലും നമ്മൾ സ്വതക്കൊന്നും പൈസ ഒന്നും കൊടുക്കാതെ അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും ചെലവഴിക്കാതെ മാറ്റിവെച്ചു. അവസാനം നമ്മൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പൈസ എടുത്ത് നമ്മുടെ മക്കൾ പള്ളിയിൽ കൊടുത്തു, പാവങ്ങൾ കൊടുത്തു. അത് മക്കളുടെ പണമാണ്, അത് മക്കളെ അതിന്റെ പുണ്യം അവർക്ക് കിട്ടി. അതുകൊണ്ട് നമ്മളിങ്ങനെ വലിയ സംഭവമായിട്ട് ദുനിയാവിൽ പ്രാധാന്യം കൊടുക്കണമെന്നും പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന പോലെ ആക്കി മാറ്റണം നമ്മൾ, അല്ലെ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മരണം അത് നിഷേധിക്കാനാകാത്ത സത്യമാണ്. രണ്ട് രൂപത്തിലുള്ള മരണമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്ന് സത്യനിഷേധികളുടെ മരണവും, രണ്ടാമത്തെ സത്യവിശ്വാസികളുടെ മരണവും. നമ്മൾ മരിക്കുമ്പോൾ ഇതിൽ ആരുടെ മരണമായിരിക്കും നമുക്ക്? നമ്മൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് വെക്കണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ പറ്റി ചില വാക്കുകൾ പറഞ്ഞു. തീർച്ചയായും കൂടി നിന്ന സ്വഹാബത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ മയ്യത്ത് എന്റേതായിരുന്നുവെങ്കിൽ. അങ്ങനെ ആഗ്രഹിക്കാൻ പാകത്തിലുള്ള വാക്കുകളാണ് റസൂലുള്ള പറഞ്ഞത്. എന്താണ് റസൂലുള്ള പറഞ്ഞത്? ഇന്ന ലിൽ ഖബരി ദഅത്ത വലൗ നജാ മിൻഹാ അഹദുൻ ലനജാ സഅദ് ബിൻ മുആദ്. എല്ലാ ഖബറിനെ അല്ലാഹു തആല ഇങ്ങനെ ഒന്ന് അമർത്തുമെന്നാണ്. നമ്മളെ ഖബറിന്റെ വീതി ആകത്രേ ഉള്ളൂ. നമ്മളെ വീതി പോലെ നമ്മളെ ഖബറിനില്ല. നമ്മളെ ചരിച്ചു കിടത്താനുള്ള വീതിയേ ഉള്ളൂ, അല്ലെ? കല്ലുകൾ അതന്നെ അല്ലാഹു തആല ഇങ്ങനെ ഒന്നിങ്ങനെ ഞെരിച്ചമർത്തുമെന്നാണ്. അതോടുകൂടി എല്ലുകളൊക്കെ ഇങ്ങനെ പൊടിയും. അതെല്ലാ ഖബറുകൾക്കും ഉണ്ടാവുമെന്നാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എല്ലാ ഖബറുകളും ഒന്ന് ഞെരിഞ്ഞമരും. ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു. ആരും രക്ഷപ്പെടൂല. ഇൻ കേസ് ആരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടും. അപ്പൊ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടോ? ഇല്ല. പക്ഷെ സഅദ് ബിൻ മുആദിന്റെ മഹത്വം അത്രത്തോളം ഉണ്ട്. ഏതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അതോ സുജൂദ് അള്ളാഹ്ക്കല്ലാതെ വേറെ ഇല്ല. അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും സുജൂദ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യനോട് ഭർത്താവിന് സുജൂദ്, അത്രയും കർത്തവ്യം അവൾക്ക് അവനോടുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സുജൂദ് ഇല്ല.
അതുപോലെ ഖബറിന്റെ വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട സ്വഹാബാക്കൾ ആഗ്രഹിച്ചു പോവില്ലേ ഈ മരിച്ചത് ഞാനായിരുന്നുവെങ്കിൽ? കാരണം അത്രയും വലിയൊരു പവിത്രത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വഹാബിക്ക് കൊടുത്തു. സഹോദരന്മാരെ, നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ കൂടി നിൽക്കുന്ന എത്ര ആളുകൾക്ക് ആ ഒരു ചിന്ത ഉണ്ടോ ഈ മനുഷ്യൻ സ്വർഗത്തിലായിരിക്കും? ഈ മനുഷ്യൻ അത്ര ഈമാനുള്ളതാണ്. രണ്ട് രൂപത്തിലാണ് നമ്മുടെ ഈമാൻ. ഒന്നെന്ത് ചെയ്യണം? നമ്മളും അള്ളയും മാത്രം അറിയണ ഈമാൻ ഉണ്ടാവും. രണ്ടാമത്തത് നാട്ടുകാരെയും ചില ഈമാൻ എന്ത് ചെയ്യണം? കാണിക്കണം. നാട്ടുകാരെ കാണിക്കേണ്ട ചില ഈമാനുണ്ട്. അതേതാ ഈമാൻ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മസ്ജിദുൻ നബവിയുടെ പുറത്ത് ഭാര്യനേറ്റ് വർത്താനം പറഞ്ഞിരിക്കുക, രാത്രിയിലാണ്. അപ്പൊ കുറച്ച് അൻസാരികളായ സഹാബാക്കൾ ഇങ്ങനെ അപ്പുറത്ത് കൂടെ കടന്നുപോയി. അവര് അസ്സലാമു അലൈക്കും യാ റസൂൽ അല്ലാഹുവിന്റെ റസൂലേ സലാം എന്ന് പറഞ്ഞ് അവർ പോയി. റസൂലുള്ള സലാം അടക്കിയിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, നോക്കൂ ഇതെന്റെ ഭാര്യയാണ് കേട്ടോ. എന്തിനാ റസൂലുള്ള അങ്ങനെ പറഞ്ഞത്? അവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ഒരു ചെറിയ സംശയത്തിന്റെ നിഴൽ പോലും എന്നെ പറ്റി ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല, അല്ലെ? ജമാഅത്ത് നിസ്കാരം ഇവിടെ നടക്കുമ്പോൾ ആ ജമാഅത്തിന്റെ കൂട്ടത്തിൽ നമ്മളെ നാട്ടുകാർ കാണണം. ആ ഈമാൻ നാട്ടുകാർ കാണേണ്ട ഈമാനാണ്. അല്ലാതെ നമ്മളിവിടെ ജമാഅത്ത് എടുക്കുമ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്നിട്ട് എന്റെ ഈമാൻ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചില ഈമാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവർ കാണേണ്ടതുണ്ട്. ചില ഇസ്ലാം മറ്റുള്ളവർ കാണണം. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടം ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന അമലുകളാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അങ്ങനെ വെക്കുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മരണമാണ് നമുക്ക് കിട്ടുന്നത്. കുറെ ആൾക്കാർ നമ്മളെ പറ്റി പറയാനുണ്ടാകണം. ഇനി അദ്ദേഹം ചെയ്ത പണി എന്താ? അദ്ദേഹത്തിന്റെ മരണം ഒരു സത്യവിശ്വാസിയുടെ മരണം. സത്യനിഷേധിയുടെ മരണം എങ്ങനെയാണ്? വല്ലാത്തൊരു ദുരന്താണ്. മുസ്ലിം അല്ലാതെങ്ങാനും നമ്മളൊന്ന് കണ്ണടക്കേണ്ടി വന്നാൽ അത് വലിയ പ്രശ്നമാണ്. അത് എങ്ങനെ സംഭവിക്കാം, അല്ലെ? വിശുദ്ധ ഖുർആൻ പറയണൊക്കെ ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാർ. ആരെങ്കിലും സത്യനിഷേധിയായി കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടായിരിക്കും, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപവും അവന്റെ മേലുണ്ടായിരിക്കും എന്ന് വേണ്ട, ലോകത്തുള്ള സർവ്വ മനുഷ്യരും അയാൾക്ക് മേലെ ശാപം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. മുസ്ലിം അല്ലാതെങ്ങാനും മരണപ്പെട്ടു പോയാൽ പഴയ മാതിരല്ല. ഇപ്പൊ ആളുകളുടെ ദീന് കുറഞ്ഞു വരിക. ദീനുള്ളവർക്ക് നല്ലോണം ഉണ്ട്, പക്ഷെ ദീന് ഒഴിവാക്കുന്ന ആളുകൾ പരസ്യമായിട്ട് ഞാൻ ദീനൊന്നുമില്ല പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായി. യഥാർത്ഥത്തിൽ റസൂലിന്റെ കാലത്ത് അതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച മനുഷ്യരുണ്ട്. അവരിൽ പലരും മരണപ്പെട്ടു പോകുമ്പോൾ മുസ്ലിം അല്ലാതെയായിട്ടാണ് മരണപ്പെട്ടു പോയത്. പല ഘടകങ്ങളുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യനെ പറ്റി സഹാബാക്കൾ റസൂലിനോട് വന്നെടുക്കുക, റസൂലെ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ് റസൂലെ. അപ്പൊ റസൂൽ ചോദിച്ചു, എന്തേ? അയാൾ യുദ്ധം ചെയ്യണുണ്ടില്ലേ, വളരെ മനോഹരമായി ശത്രുക്കളോട് പടവെട്ടുന്നു. അപ്പൊ യുദ്ധം ചെയ്യാന്നുള്ള സ്വർഗ്ഗം ഉറപ്പല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്ഥലത്ത് പറയുന്നുണ്ട്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള യുദ്ധം എന്ന് പറയാൻ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പൊ സഹാബത്ത് പറഞ്ഞു, ധീരമായി പോരാടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് വഹ്യ് കൊടുത്തു, വഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്. സഹാബത്ത് അത്ഭുതപ്പെട്ടു. റസൂൽ പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ ചെയ്ത പണി എന്താ? യുദ്ധം ചെയ്യുന്നതിനിടയിൽ അയാളുടെ ശരീരത്തിൽ ഒരു പരിക്ക് പറ്റി. ഈ പരിക്ക് ക്ഷമിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല, സഹിക്കാൻ പറ്റില്ല. അയാൾ വാളിങ്ങനെ കുത്തനെ നിർത്തിയിട്ട് അതിലങ്ങോട്ട് കമിഴ്ന്ന് കിടന്നു ആത്മഹത്യ ചെയ്തു. അല്ലാഹു തആല അങ്ങനെയുള്ള അപകടങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മരിച്ച പ്രശ്നമില്ല, പക്ഷെ നമ്മൾ സ്വയം മരിച്ചാൽ പിന്നെ സ്വർഗ്ഗല്ലേ. ജിഹാദ് ചെയ്ത മുജാഹിദിന് പോലും മരിക്കുന്ന സമയത്ത് ഹിദായത്ത് കിട്ടാതെ പോയിട്ടുണ്ട് എങ്കിൽ എന്താ അവസ്ഥ സഹോദരന്മാരെ? മുസ്ലിം അല്ലാതെ എങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാന്റെ ശാപം, മലക്കളുടെ ശാപം, മനുഷ്യരുടെ ശാപം, അല്ലെ? ആ ശാപം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മറ്റൊരായത്തിലൊക്കെ വല്ലാത്ത ലോകത്ത് നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ല, അല്ലെങ്കിൽ വൈഫ് നമ്മളെ ഉപേക്ഷിച്ച് പോയതല്ല, അല്ലെങ്കിൽ നമ്മളെ മക്കള് നമുക്ക് നഷ്ടപ്പെട്ടതല്ല. പിന്നെ എന്താ? മുസ്ലിം അല്ലാതെ നമുക്ക് കണ്ണടക്കേണ്ടി വന്നാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഖുർആനിൽ പറയണൊക്കെ ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാർ.
ആരെങ്കിലും കാഫിറായി കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ വലൻ യുഖ്ബലു മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബാ, ഈ ഭൂമി മുഴുവനും സ്വർണമാക്കിക്കൊണ്ട് അല്ലാഹുവിന് പ്രായശ്ചിത്തം നൽകിയാലും അല്ലാഹു തആല പ്രായശ്ചിത്തം സ്വീകരിക്കുകയില്ല. ഈ ഭൂമിയെ സ്വർണമാക്കിയിട്ട് അത് അത്ര വിലപിടിപ്പുള്ളത് ചെലവഴിച്ചാലും നമ്മൾ മുസ്ലിം അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹ് സ്വീകരിക്കില്ലെന്നാണ്. അത് പ്രായശ്ചിത്തമായി സ്വീകരിച്ചു കഴിഞ്ഞാലും അത് അല്ലാഹ് സ്വീകരിക്കുകയില്ല. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. വമാ ലഹും മിൻ നാസിരീൻ, ഒരു തരത്തിലുള്ള സഹായികളുടെ സഹായവും അവർക്ക് ലഭിക്കുകയില്ല. ഒരു സഹായം കിട്ടൂല എന്നാണ്. പക്ഷെ മുസ്ലിമായി കഴിഞ്ഞാൽ കുറെ സഹായം ഒക്കെ കിട്ടും അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മുസ്ലിം ആണെങ്കിൽ അയാളുടെ ഖബറിൽ തന്നെ സ്വസ്ഥത ഉണ്ടാവും, ഇല്ലെങ്കിൽ ഖബറിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഒരു സ്വസ്ഥത ഉണ്ടാവും. മഹ്ശറിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ അർശിന്റെ തണൽ, അള്ളാഹ് നൽകുന്ന 7 വിഭാഗം ആളുകളുടെ തണൽ കിട്ടും. ഹൗദുൽ കൗസറിന് വെള്ളം കിട്ടും. സിറാത്തില് സിമ്പിളായിട്ട് പോവാൻ കഴിയും. ഇങ്ങനെ കുറെ ഗുണങ്ങൾ മുസ്ലിമായി കിട്ടും അല്ലെ? ഖുർആനും നോമ്പും വന്നിട്ട് അള്ളഹാനോട് ശുപാർശ പറയും, അള്ളാഹ് ശുപാർശ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും മഹ്ശറിൽ. ആ സുജൂദ് അള്ളാഹ് സ്വീകരിച്ച് നമ്മളൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഒരുപാട് സഹായങ്ങൾ നമുക്ക് പരലോകത്ത് കിട്ടുന്നതാണ്. പക്ഷേ കണ്ണടക്കുമ്പോൾ നമ്മുടെ അവസ്ഥ മുസ്ലിം അല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ ഇതൊന്നും കിട്ടൂല. ഞാൻ മാത്രല്ല, ചില ആൾക്കാരുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് വയസ്സായി തലമുടിയൊക്കെ ഒന്ന് നരച്ചാൽ ഇങ്ങനെ പള്ളിനേറ്റൊക്കെ അടുക്കാന്ന് പറയും. അതിനൊന്നും ചിലപ്പോൾ അള്ളാഹ് സമയം തരൂല. ഇനി മരണം ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ വന്നാല് പഠിച്ചോനെ ഞാൻ സ്വീകരിച്ചോളാം, നന്നായിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അള്ളാഹ് സ്വീകരിക്കുകയും ചെയ്യില്ലല്ലോ അല്ലെ? വലൈസത്തി തൗബ ലില്ലദീന യഅമലൂന സയ്യിആത്ത്, തിന്മ ചെയ്ത് ജീവിച്ച മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളതല്ല തൗബ. ഹത്താ ഇദാ ഹളറ അഹദഹുൽ മൗത്ത്, അവരിലേക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തൗബ സ്വീകരിക്കുന്നതല്ല. എന്നിട്ടവർ പറയും ഖാല ഇന്നി തുബ്തുൽ ആൻ, അല്ലാഹുവേ ഞാനിതാ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു, എന്റെ പാപങ്ങളൊക്കെ നീ പൊറുക്കണം നാഥാ എന്ന് തൗബ പറയും. വലല്ലദീന യമൂതൂന വഹും കുഫാർ, അല്ലാഹ് പറയുന്നവർ മരിക്കുന്നത് കാഫിറായി കൊണ്ട് തന്നെയാണ്. മരണത്തിന്റെ തൊട്ടു മുമ്പ് വിശ്വസിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരണത്തിന്റെ തൊട്ടു മുമ്പ് ഞാൻ നന്നായിക്കോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരണത്തിന്റെ തൊട്ടു മുമ്പ് ഞാൻ സ്വതക്കകൾ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരണത്തിന്റെ തൊട്ടു മുമ്പ് നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, അവർ മരിക്കുന്നത് കാഫിരീങ്ങളായിക്കൊണ്ടാണ്. ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമാ, വേദനാജനകമായ ശിക്ഷ അവർക്ക് വേണ്ടി നാം ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ശിക്ഷ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അവർക്കല്ല കേട്ടോ, നമ്മക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ, അഥവാ കാഫിറായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കാൻ തന്നെ പാടില്ല എന്നാ പറയുന്നത്. ഗൗരവമുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ എത്ര ആളുകളുണ്ട്, ഞാൻ മുസ്ലിം ഒന്നല്ല, തോന്നിയായിരുന്നു നോമ്പിന് പരസ്യമായിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെ നോമ്പൊന്നുമില്ല വെറുതെ പറയാണ്, നിസ്കാരമൊന്നുമില്ല വെറുതെ പറയാണ് നടന്ന ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കൊണ്ടുപോയി എന്ത് ചെയ്യും? പള്ളിയിൽ പോയിട്ട് അവന് വേണ്ടി മയ്യത്ത് സ്കരിക്കും. അവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലോ ഖബർസ്ഥാനിലോ മറമാടും. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഒരാൾ മുർത്തദ്, ഇസ്ലാമിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ, മുസ്ലിം അല്ല എങ്കിൽ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അവരിൽ ആരെങ്കിലും മരിച്ചു ഞങ്ങൾ ഒരിക്കലും അവർക്ക് വേണ്ടി നിസ്കരിക്കരുതെന്നാണ്. അവർക്ക് നിസ്കരിക്കരുത്. വല തഖും അലാ ഖബരിഹി, നിസ്കരിക്കരുത് മാത്രമല്ല അവരെ ഖബറിന്റെ അടുത്ത് തന്നെ പോകരുത്. ഒരുപക്ഷെ സ്വന്തം മക്കളാണെങ്കിൽ പോലും അല്ലെ? പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഞാൻ മുസ്ലിം അല്ല എന്ന് പറയുന്നത് ഒരു ട്രെൻഡായി മാറുകയാണ് അല്ലെ? ഐ ആം ആൻ എക്സ് മുസ്ലിം, ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ മുസ്ലിം അല്ല.
ഇത് പറഞ്ഞു നടന്ന സ്വന്തം മക്കളാണെങ്കിൽ പോലും നിസ്കരിക്കാൻ പാടില്ല. നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, വല്ല ഖബറിന്റെ അടുത്താൽ പോകാൻ പറ്റൂല. വലാ തഖും അലാ ഖബരി, അവന്റെ ഖബരിൽ നിങ്ങൾ നിൽക്ക് പോലും ചെയ്യരുത്. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, കാരണം അള്ളാഹുവിലും അള്ളാന്റെ പ്രവാചകരിലും അവിശ്വസിച്ചവരാണവർ. വമാതു വഹും ഫാസിഖൂൻ, അവർ തമ്മാടികളായി കൊണ്ട് മരണപ്പെട്ടവരാണ്. അവർ തമ്മാടികളായി മരിച്ചവരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കാം, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ സത്യനിഷേധികളുടെ മരണത്തിൽ നമ്മൾ പെടരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 10,000 ആൾക്കാരുണ്ടായിരുന്നു കള്ളപ്രവാചകനിൽ വിശ്വസിച്ചവർ. റസൂലിന്റെ കാലത്ത് റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇസ്ലാമിന് പുറത്തുപോയവരാണ്. കള്ളപ്രവാചകനിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അല്ലെ, ലാ നബിയുൻ ബഅദി എന്നാണ് റസൂലുള്ള പറഞ്ഞത്. എനിക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല എന്ന് റസൂലുള്ള പറഞ്ഞു അല്ലെ. ഖാതിമുൻ നബിയാണ് റസൂലുള്ള. അപ്പൊ റസൂലിന് ശേഷം പിന്നെ നബി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിന് പുറത്താണ്. പക്ഷെ മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അൻസി, 2 കള്ളപ്രവാചകന്മാർ കൂടി ഞങ്ങൾ നബിയാണെന്ന് വാദിച്ചപ്പോ അവരെ കൂടെ 10,000 കണക്കിന് ആൾക്കാരുണ്ടായി. പിന്നീട് കുറെ ആൾക്കാർ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. റസൂലിന്റെ കാലത്ത് പോലും ഇസ്ലാമിന് പുറത്തു പോക്കുണ്ട്. ഖുർആൻ ഫുള്ള് പഠിച്ചിട്ട് പോലും പോയിട്ടുണ്ടല്ലോ. ഈ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോ മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് യമാമയിലേക്ക് കുറച്ച് ചാരപ്പണി ചെയ്യാൻ ഒരാളെ വേണം, ശത്രുക്കളുടെ ശക്തിയൊക്കെ അറിയാൻ വേണ്ടി പോകാൻ ഒരാൾ വേണം. അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിക്കോളാം. അപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, പോണത് ശരിയാണ്, പക്ഷെ ശ്രദ്ധിക്കണം, അവർ ഒരു ആദർശത്തിന്റെ വക്താക്കളാണ്, അവർക്കും കുറെ കാര്യങ്ങളൊക്കെ പറയണം, അതുകൊണ്ട് അവരിൽ പെട്ടുപോകരുത്. നിങ്ങൾ ആലോചിച്ചൊക്കെ റസൂലിന്റെ കൂടെ അങ്ങനെ ജീവിച്ച ആൾക്കാരെ പറ്റി പറയാം. അപ്പൊ ഇദ്ദേഹം പറയാം, നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചത് അബൂബക്കർ? ഞാൻ റസൂലിന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഫുള്ള് പഠിച്ച ഹാഫിളാണ്, ഞാൻ അങ്ങനെ തെറ്റിയൊന്നും പോകില്ല. അയാളെ കോൺഫിഡന്റ് ഒക്കെ. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് പറയണം, അവരൊരു ആദർശത്തിന്റെ വക്താക്കളാണ് അല്ലെ. ഖുർആനിൽ അല്ലാഹ് പറയുന്നത് എത്ര ശരിയാ അല്ലെ. നുവല്ലിഹി മാ തവല്ല എന്നാണ് അല്ലാഹ് പറയുന്നത്. ഒരു മനുഷ്യൻ ഏത് വഴിയിലാണോ സഞ്ചരിക്കുക ആ വഴിയിലാണ് അള്ളാഹു അവരെ വിടുക. അഥവാ ഇസ്ലാമിനെ പറ്റിയൊന്നും കേൾക്കാതെ ഇസ്ലാമിന്റെ വിമർശനങ്ങൾ മാത്രം കേൾക്കാണ്ടെങ്കിൽ ആ വിമർശനത്തിന്റെ വഴിയിലെ ആളുകൾ പോകുള്ളൂ. നേരെ മറിച്ച് ഇസ്ലാമിന്റെ വിമർശനങ്ങൾ പഠിച്ച് അതിനെപ്പറ്റി ഇസ്ലാമിന് എന്ത് പറയാനുണ്ട് എന്ന് പഠിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ ഈമാൻ ഇങ്ങനെ ഇളകൂല. അത് യാതൊരു സംശയമില്ലല്ലോ കാര്യത്തിൽ. കാരണം എത്ര ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്നിപ്പോ ഇസ്ലാമിനെതിരെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ അന്നത്തെ വിമർശനങ്ങളായിട്ട് രേഖപ്പെടുത്തിയതാണ്. എല്ലാം ഇസ്ലാമിനെ പറ്റി പറയുന്ന സർവ്വ എതിർപ്പുകളും 1000 കൊല്ലം മുമ്പ് തന്നെ പണ്ഡിതന്മാര് മറുപടി പറഞ്ഞ കാര്യം. പക്ഷെ അത് മറുപടി പറഞ്ഞോ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് പഠിക്കുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ദീനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, പുറത്തു പോകുക. ഇതിന്റെ ഒറ്റ സാധനം പോയി അവിടെ ഉണ്ട്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ വിമർശനങ്ങളെ കൃത്യമായി എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാരണം മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ ഏത് രൂപത്തിലാണോ അതുപോലെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മരിക്കുമ്പോ ലക്കിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരണമാസന്ന ആയവർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ കുറക്കുന്നു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്ന സത്യവിശ്വാസിയുടെ മരണത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതുവരെ സത്യനിഷേധിയുടെ മരണം. സത്യവിശ്വാസിയുടെ മരണം നോക്കാം. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. അള്ളാന്റെ മാർഗത്തിൽ മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരെ മരണപ്പെട്ടവരെന്ന് പറയരുത്. ബൽ അഹിയാ, മറിച്ച് അല്ലാഹുവിങ്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്അറൂൻ, പക്ഷെ നിങ്ങൾ അറിവില്ലാത്തവരാണ്. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. അവരെ മരിച്ചവരെന്ന് പറയരുത് എന്ന് പറയും. അതൊരു പ്രയോഗമാണ്. അതുകൊണ്ടാണല്ലോ രക്തസാക്ഷികൾ എന്ന് അവരെ പറ്റി പറയുന്നത്. രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചവരാണ്.
മാത്രല്ല അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകത എന്താ? അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം അവർക്കുണ്ടായിരിക്കും. പാപമോചനം വല്ലാത്തൊരു സംഭവം കേട്ടോ. പാപങ്ങൾ പൊറുക്കപ്പെടാതെ എത്ര നന്മ ഉണ്ടായിട്ട് കാര്യം. തെറ്റ് പൊറുക്കപ്പെട്ടാലേ നമ്മളെ നന്മ അല്ലാഹു തആല പരിഗണിക്കുള്ളൂ. ആ പാപങ്ങൾ മരിക്കണതിന് മുമ്പ് മായ്ക്കപ്പെടും. എപ്പോ? ഇസ്ലാമികമായി തന്നെ ജീവിച്ച് അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ. അല്ലെ, മറ്റൊരു ആയത്തിലാണ് അതേ ആയത്തിൽ പറയാം, അങ്ങനെ മുസ്ലിമായി മരിച്ചവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്, വറഹ്മത്തുൻ അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, ഖൈറും മിമ്മാ യജ്മഊൻ, ഈ ലോകത്ത് അവർ സമ്പാദിച്ച സർവ്വസമ്പത്തിനേക്കാളും അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് ഒന്ന് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്, രണ്ട് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. അള്ളാന്റെ കരുണ ചില്ലറല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹു സ്വർഗം തരൂല. അപ്പോ സഹാബാക്കൾ ചോദിച്ചു, റസൂൽ ഇങ്ങൾക്കും അല്ല തരൂല സ്വർഗം? വല്ലാത്തൊരു ചോദ്യമാണ്. ആരാ റസൂൽ? റസൂൽ ചെയ്യണ അമൽ സ്വാലിഹാത്തുകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. രാത്രി ഫുള്ള് നിസ്കാര റസൂൽ, കുറച്ച് സമയം ഉറങ്ങുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ അധികം ദിവസവും നോമ്പാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഒരു കൊല്ലം 200-ലധികം നോമ്പ് റസൂൽ എടുക്കുന്ന നമുക്ക് കഴിയും. റസൂലിന്റെ കയ്യിൽ ഒരു ദിവസം പോലും ഒരു ദിർഹമോ ദീനാറോ നിൽക്കൂല. അപ്പത്തിനത് റസൂൽ ദാനം ചെയ്യും. ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥയിലാണ് അള്ളാന്റെ ഹബീബ് ജീവിച്ചത്. പറഞ്ഞാൽ തീരാത്തത്ര മധുഹ് റസൂലിന്റെ അമലുകൾ കൊണ്ടുണ്ട്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അപ്പൊ റസൂൽ നിങ്ങളെ അമലുകൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല? അപ്പൊ റസൂൽ പറഞ്ഞില്ല, എന്റെ അമലുകൾ പോലും അതിന് പര്യാപ്തമാകൂല, മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. കരുണ അതാണ്, അള്ളാഹുവിന്റെ കരുണ ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സർവവിധ കാരുണ്യത്തിന്റെയും പരമകാരുണ്യകനായ നാഥ, അർഹമുർ റഹീമായ നാഥ, നിന്റെ പേരിലാണ് ഞങ്ങൾ സർവ്വതും ആരംഭിക്കുന്നത്. എല്ലാവരും നമ്മൾ ബിസ്മില്ല ഇല്ലാത്ത കാരണം എന്താ? ആ റഹ്മാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. ആ റഹ്മത്ത് നമുക്ക് കിട്ടും മുസ്ലിമായി ജീവിച്ചു പോയാൽ. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കാം, അങ്ങനെയുള്ളവർക്ക് ഒരേ ഒരു മരണം അനുഭവിച്ചാൽ മതി. എന്തായാലും ഒരു മരണം ഉണ്ടല്ലോ, അവർക്കൊരു മരണമല്ലോ. ഒന്നാമത്തെ മരണമല്ലാതെ മറ്റൊരു മരണവും അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിക്കേണ്ടതില്ല. നരകശിക്ഷയിൽ നിന്നുള്ള അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അല്ലെ, ഒരു മരണം തന്നെ സഹിക്കാൻ പറ്റൂലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അല്ലാഹു തആല ഏറ്റവും സിമ്പിൾ മരണം കൊടുത്തത്, ഏറ്റവും ലളിതമായ. ആ റസൂലുള്ള വരെ ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ തലവെച്ച് മരണവെപ്രാളത്തിൽ കിടക്കുമ്പോ ആയിഷ ബീവിയോട് പറഞ്ഞെന്താ, ആയിഷ, രണ്ടാളുകളുടെ മരണവേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആരാ റസൂൽ? ഏറ്റവും സിമ്പിൾ മരണം കൊടുത്ത റസൂലുള്ളാഹിക്ക് പോലും സഹിക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇല്ല, പ്രശ്നമാണ്. അല്ലെ, ആ ഒരു മരണത്തിന്റെ വേദന എന്തായാലും നമ്മൾ അനുഭവിക്കും. അല്ലാഹു തആല അത് എളുപ്പമാക്കി തരണം. പക്ഷേ നമുക്കുള്ള സന്തോഷം എന്താ പറയുക, മുസ്ലിം ആയി കഴിഞ്ഞാൽ ആ മരണമല്ലാതെ പിന്നെ മരണമല്ല. മുസ്ലിം അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മരണം ഇങ്ങനെ കൊടുക്കുമല്ലേ, നരകത്തിൽ അയാളുടെ ശരീരത്തിൽ തൊലി ഇങ്ങനെ മാറ്റി കൊടുത്തു, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അന്ത്യമില്ലാത്ത നാളുകളോളം. അന്ത്യനാളെത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്ത്യമില്ലല്ലോ, പിന്നെ അങ്ങോട്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കാൻ. ആ ഒരു നല്ല മരണം നമുക്ക് കിട്ടണം. അല്ലെ, ഇസ്തിഗ്ഫാർ ലഭിക്കുന്ന, റഹ്മത്ത് കിട്ടുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഈ മോശം മരണമാണെങ്കിൽ ആത്മാവ് പഞ്ഞിക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിയ മുള്ളില്ലേ, മുള്ള് കൂട്ടം പോലെയാണ്. പഞ്ഞിന്റെ ഉള്ളിൽ മുള്ളിങ്ങനെ വലിച്ചാൽ കിട്ടൂലല്ലോ. എന്തായാലും അതിന്റെ കുറച്ച് പഞ്ഞി കഷ്ണം ഉള്ളിന്റെ കൂടെ വരും. ഇതുപോലെയാണ്, ആത്മാവ് പോവില്ല. മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ ആത്മാവ് പോവാൻ കൂട്ടാറില്ല. അങ്ങനെ കുറെ പരിക്ക് പറ്റുന്നു. എന്നാൽ സത്യവിശ്വാസിയുടെ മരണം പറയുന്നുണ്ട്, ഒരു കൂജയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് പോലെ, ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിൽ എത്ര സിമ്പിളായിട്ട് ഇട്ട് അതുപോലെ. ആ സിമ്പിൾ മരണം പോലും സഹിക്കാൻ പറ്റില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലേ?
അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അല്ലാഹു തആല മരണത്തിന്റെ സമയത്ത് ചില ആത്മാക്കളെ ഏറ്റെടുക്കും. വല്ലതീ ലം തമുത് മീ മനാമിഹാ, ചില ആളുകൾ ഉറങ്ങുന്ന സമയത്ത് അവരെ അല്ലാഹു തആല മരിപ്പിക്കുന്നില്ല. ഫയുംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്, ചില ആളുകൾക്ക് ഉറക്കത്തിനിടയിൽ അല്ലാഹു തആല മരണത്തെ നൽകുന്നു. വയുസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ, ചില ആളുകളെ ആ ഉറക്കത്തിന് ശേഷം അല്ലാഹു തആല ജീവിതം നൽകി കുറച്ച് ആയുസ് നീട്ടി കൊടുക്കുന്നു. ഉറങ്ങാൻ കിടക്കാന്നുള്ളത് അല്ലാഹു തആല ചെറിയ മരണമാണ്. ചില ആൾക്കാർ ആ ചെറിയ മരണത്തോടു കൂടി അങ്ങോട്ട് പിടിക്കും, ചില ആൾക്കാർക്ക് അല്ലാഹു തആല നീട്ടി കൊടുക്കുന്നു. വഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, മരണമെന്ന ചിന്ത, ഉറക്കുന്ന മഹാ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കുന്നവർക്ക് ആ ചിന്തിക്കുന്ന കാര്യം മാത്രമായി ദൃഷ്ടാന്തമായി മതിയാകുന്നതാണ്. നമ്മൾ ഉറക്കന്നെ ആലോചിച്ചാൽ മതി, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അല്ലെ. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, അതൊരു ചെറിയൊരു മരണമാണ്. ചില ആൾക്കാർക്ക് അല്ലാഹു തആല അത് ആ സമയത്ത് ഇങ്ങനെ വീണ്ടും പിടിക്കാതെ ഇങ്ങോട്ട് വിട്ടേച്ചു. ഇന്നലെ രാത്രി അങ്ങനെ വിട്ടേച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ഇരിക്കുന്നത്. കുറെ ആൾക്കാർ അങ്ങനെ പെടാത്തവരുണ്ടല്ലോ അല്ലെ. ഒരു പത്രത്തിന്റെ ഒരു ചരമക്കോളം എടുത്താൽ തന്നെ അങ്ങനെ നമുക്ക് അതിന്റെ അവരുടെ വയസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ച് വയസ്സൊന്നുമില്ല അല്ലെ. ഏതായിരുന്നാലും മരണം അങ്ങനെ വരുമ്പോ പറയും, ഒരു മനുഷ്യന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ അയാൾ പറയുമെന്നാണ്, ഖാല റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ എന്നെ ജീവിതത്തിലേക്കൊന്ന് മടക്കി തരൂ നാഥ, എന്റെ ആയുസ്സൊന്ന് എനിക്ക് തിരിച്ചു തരൂ നാഥ എന്ന് പറയും. ആ സമയത്തിൽ തന്നെ അള്ളാഹുവിനെ നീട്ടിക്കൊടുക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമയിൽ കുറച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട് മരണത്തെ പറ്റി. അവന്റെ പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് ആളുകൾ ചോദിക്കും, ഇവനാരാണ് മന്ത്രിച്ചു കൊടുക്കാനുള്ളത്, ഇവനാരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കാനുള്ളത്. നമ്മളൊന്ന് ജസ്റ്റ് ഇമാജിനേറ്റ് ചെയ്യാം, നമ്മളിങ്ങനെ മരണക്കെട്ടിയൊക്കെ എടുക്കാം. അപ്പൊ അടുത്തുള്ള ആൾക്കാർ പരസ്പരം പറയാം ലാ ഇലാഹ എന്ന് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ ഒരാൾ നമ്മുടെ ചെവിയിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുന്ന രംഗം അപ്പോഴൊക്കെ ബോധ്യാവില്ല സഹോദരന്മാരെന്ത് നമുക്ക് മരണം വരാൻ പോകുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ നമ്മളെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുമ്പോ അല്ലെ നമുക്ക് ബോധ്യാവും ആ സമയത്ത് നമ്മളെ മരണം വരുന്നു. ആരാണ് ഇയാൾക്ക് മന്ത്രിച്ചു കൊടുക്കാനുള്ളത് എന്ന് പറയപ്പെടും. ആ സമയത്ത് ആ മനുഷ്യന് ബോധ്യമാകും, എനിക്ക് വേർപിരിയാനുള്ള സമയമായി എന്ന്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള സമയമായി എന്ന് അവൻ മനസ്സിൽ കരുതും. അത് കരുതുന്നതോടുകൂടി കണങ്കാലുകൾ പരസ്പരം വേദന കൊണ്ട് കൂട്ടിപ്പിളയുന്നതാണ്. കാലുകൾ പിന്നെ ഇങ്ങനെ കൂട്ടിപ്പിഴിയാൻ തുടങ്ങും വേദന കൊണ്ട്. ചില സമയത്ത് നമ്മൾ പാമ്പിനൊക്കെ കണ്ടല്ലോ അല്ലെ, പാമ്പിനൊക്കെ വാലിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ കൂടി ഇങ്ങനെ ചുരുട്ട് കൂടും, പ്രാണവേദന. നമ്മള് ഉരുകിയൊക്കെ ഇറക്കുമ്പോ നമ്മള് മൃഗങ്ങളൊക്കെ ഇറക്കുമ്പോ അതിന് അവസാനത്തെ ഒരു പിടച്ചിൽ, ആ പിടച്ചിലിൽ അതിന്റെ കൈകാലുകൾ ഇങ്ങനെ കൂട്ടിപ്പൊഴിക്കും. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ മരിക്കുമ്പോഴുള്ള വേദന സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കണങ്കാലുകൾ പരസ്പരം കൂട്ടിപ്പിടിക്കുന്നതാണ്. അന്ന് നിന്റെ രക്ഷിതാവിലേക്ക് നീ ആട്ടിയടക്കപ്പെടുന്നതാണ്, നീ തെളിയിക്കപ്പെടുന്നതാണ്. മൃഗങ്ങളെ ആട്ടിടയൻ ആട്ടിത്തെളിയിച്ചുകൊണ്ട് കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ മരിപ്പച്ചയിലെ തെളിനീര് തേടിക്കൊണ്ട് അലഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റത്തെ നയിക്കുന്നത് പോലെ അല്ലാഹു തആല മനുഷ്യരെ തന്റെ റബ്ബിലേക്ക് ഇങ്ങനെ തെളിയിച്ചു കൊണ്ടുപോകും. നമ്മുടെ ആത്മാവും ഒരിക്കൽ അങ്ങനെ തെളിയിക്കപ്പെടുമ്പോ സഹോദരന്മാരെ, നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, നമ്മൾ നൽകിയ സ്വതക്കകളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സമയത്ത് മനുഷ്യൻ ആലോചിക്കുമെന്നാണ്, അവൻ സ്വതക്ക നൽകിയിരുന്നില്ല.
റബ്ബിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല, റബ്ബിന്റെ പ്രവാചകനിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല, നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അവൻ പെട്ടിരുന്നില്ല. കൂടെയുള്ളവർ ബാങ്ക് വിളി കേട്ടപ്പോ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ പൊടി തട്ടിക്കൊണ്ട് അങ്ങാടിയിലേക്ക് പോയിരുന്നവരാണവർ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീട്ടിലുള്ളവർ സ്വന്തം കെട്ടിപ്പിടച്ചുറങ്ങുന്ന ഭാര്യ പോലും നമസ്കാരത്തിന് എഴുന്നേറ്റപ്പോ നമ്മൾ മൂടി പുതച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് മനസ്സിലാക്കുമെന്നാണ്, ഞാൻ വിശ്വസിച്ചിരുന്നല്ലോ നാഥ, ഞാൻ നോമ്പെടുത്തിട്ടില്ലല്ലോ നാഥ, ഞാൻ ചെയ്യാൻ ബാക്കി വെച്ച ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ ഇനിയും എന്റെ കയ്യിൽ ബാക്കിയുണ്ടല്ലോ നാഥ. വലാകിൻ കദ്ദബ വതവല്ല, നമസ്കാരത്തിലേക്ക് പോകാതെ കുടുംബങ്ങളിലേക്ക് അവൻ പോയി, അവൻ നിഷേധിച്ച് കളഞ്ഞുകൊണ്ട് മാറി നടന്നു. എന്നിട്ടും അവൻ ദുരഭിമാനം നടിച്ചുകൊണ്ട് കുടുംബമാണ് വലുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മക്കളാണ് വലുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഭാര്യയോടാണ് സ്നേഹമെന്ന് അധികരിച്ചുകൊണ്ട് കുടുംബത്തിലേക്കാണ് അവൻ ദുരഭിമാനത്തിലൂടെ പോയത്. ആ സമയത്ത് പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഖുർആൻ പഠിക്കുന്ന ഖുർആൻ ക്ലാസുകൾ പള്ളിയുടെ മൂലയിലുണ്ടായിരുന്നു. ആ സമയത്ത് പാവങ്ങൾ എത്രയോ പട്ടിണി സഹിച്ചുകൊണ്ട് വിശപ്പിന്റെ കാഠിന്യത്താൽ നമ്മുടെ നേരെ കൈനീട്ടിക്കൊണ്ട്, കരഞ്ഞു തളർന്ന കണ്ണുമായി കൈനീട്ടിക്കൊണ്ട് അവർ ജീവിച്ചിരുന്നു. ആ സമയത്ത് ഒരുപാട് അശരണരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് പാപങ്ങളെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്തെടുക്കാത്ത സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരവും ഉണ്ട്. ഇതൊന്നും കാണാത്ത രൂപത്തിൽ എന്റെ കുടുംബമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ്, എന്റെ ഭാര്യയാണ് ഭർത്താവാണ് വലുതെന്ന് പറഞ്ഞ്, എന്റെ മാതാപിതാക്കളാണ് വലുതെന്ന് പറഞ്ഞ് കുടുംബങ്ങളിലേക്ക് ദുരഭിമാനം നടിച്ച് നടന്നവനായിരുന്നവർ അല്ലാഹു വാഗ്ദാനം ചെയ്യാണ്, നിനക്ക് ഉത്തമമായത്, നിനക്ക് ഏറ്റവും അർഹതമായത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. വീണ്ടും നിനക്ക് ഏറ്റവും അർഹമായതെന്തോ അത് നിങ്ങൾക്ക് നൽകും. മനുഷ്യൻ കരുതുകയാണോ, മനുഷ്യൻ വിചാരിക്കുകയാണോ അവനെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് കരുതുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. വെറുതെ വിടുക സഹോദരന്മാർ, വെറുതെ. നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടിയവൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചവൻ ആരെന്ന് അല്ലാഹു തിരിച്ചറിയാതെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ വിട്ടേക്കുമെന്ന് കരുതുന്നുണ്ടോ? വെറുതെ വിടൂല സഹോദരന്മാരെ. എങ്ങനെ? കഷ്ടപ്പെട്ടത് ആരെന്ന് അല്ലാഹു തിരിച്ചറിയാതെ. നമ്മൾ കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. ആ കഷ്ടപ്പെട്ടത് ആര് തിരിച്ചറിയണം? അല്ലാഹു തിരിച്ചറിയും. ഇവിടെയാണ് വീണ്ടും സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇങ്ങനെ ഖബറിൽ വെക്കുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്തസ്ദ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് എന്ന ധീര സ്വഹാബി മരണപ്പെട്ടപ്പോ പരമകാരുണ്യകന്റെ സിംഹാസനം പോലും ഒന്ന് പ്രകമ്പനം കൊണ്ടുപോയി. അള്ളാന്റെ സിംഹാസനത്ത് പ്രകമ്പനം കൊണ്ടു എന്ന് പറഞ്ഞാൽ അതിന് മാത്രം വലിയ മരണമായിരിക്കില്ല സഅദിന്റെ മരണം. ആരാ സഅദ്? നമ്മുടെ സഅദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. മുസ്ലിമായി അദ്ദേഹം ജീവിച്ചത് 6 വർഷം മാത്രം. വെറും 6 കൊല്ലാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക കാലഘട്ടം. അതിനു മുമ്പ് അദ്ദേഹം മുസ്ലിം അല്ല. ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ അദ്ദേഹം വല്ലാത്തൊരു, അല്ലെ, ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞ വല്ലാത്തൊരു വൈബായിരുന്നു അദ്ദേഹം. മുസ്ലിം ആയ അന്ന് ശരിക്ക് ഇസ്ലാമിലേക്ക് മദീനക്കാരെ ക്ഷണിക്കാൻ വന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു എവിടെ? അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് മിസ്അബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി പോയ മനുഷ്യനാണ് ഈ സഅദ്. അദ്ദേഹത്തിന്റെ ഗോത്രമുണ്ട്. ഒരു ഗോത്രത്തിന്റെ രാജാവാണ്, നേതാവാണ് അദ്ദേഹം.
മിസ്അബിന്റെ തല എടുത്തിട്ട് വരുന്ന ഞങ്ങളുടെ നേതാവിനെ കാത്തിട്ട് ബനു അശ്വൽ ഗോത്രം ഒന്നടങ്കം മദീനയുടെ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. മിസ്അബിനെ കൊല്ലാൻ പോയി. പക്ഷേ തിരിച്ചു വന്നത് വെറും കൈയോടുകൂടിയാണ്. പാറപ്പുറത്ത് നിന്ന് അദ്ദേഹം ചോദിക്കാണ്, നിങ്ങൾക്ക് എന്റെ പിതാവ് മുആദിനെ ഇഷ്ടമാണ്? അവര് പറഞ്ഞു അതേ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ അനുസരിക്കും. അതേ അനുസരിക്കും. എങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ഈ സഅദിനെ ഇഷ്ടമാണോ? ബഹുമാനുണ്ടോ? ഈ സഅദ് പറഞ്ഞ ഞങ്ങൾ അനുസരിക്കുമെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു തീർച്ചയായും അങ്ങയുടെ പിതാവിനെ ഞങ്ങൾക്ക് ബഹുമാനം, അതേ ബഹുമാനം അങ്ങയോടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അനുസരിക്കും. എന്താ? അദ്ദേഹം ആകാശമുട്ടെ ശബ്ദം ഉറക്കത്തിൽ ഒച്ചത്തിൽ പറയാൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനായി വന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലാൻ പോയ ആള് ആ മിസ്അബിനെ സ്വീകരിച്ചു, റസൂലുള്ളാഹിനെ സ്വീകരിച്ചു, ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചു. നിങ്ങൾ തയ്യാറുണ്ടോ? ബനു അശ്വൽ ഗോത്രം ഒന്നടങ്കം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളെ ശ്രമമായിട്ട് ഒരാൾ ദീനിലേക്ക് വന്നാൽ ഈ ദുനിയാവ് അതിനുള്ളിലുള്ളത് എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അത്രയും ഖൈറാണ്, അതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ സഅദ് ഇബ്നു മുആദിന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എത്ര ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന പ്രതിഫലം കിട്ടും. നമ്മൾ ഈ ദുനിയാവിന്റെ മൂലയിലൂടെ ഒരു മണൽത്തരിക്ക് വേണ്ടി നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് കിട്ടലെന്താ? ദുനിയാവിന്റെ ഒരു മണൽത്തരിയാണ്. അതുമില്ല, അതിനേക്കാളും ചെറുതെ നമ്മൾക്ക് കിട്ടും. നമ്മളെ എത്ര ശമ്പളം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ഈ ഭൂമി സൃഷ്ടിച്ചറിഞ്ഞ മുതൽ അവസാനം വരെയുള്ള അത്രയും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ ശ്രമപരമായിട്ട് ദീനിലേക്ക് തൗഹീദിലേക്ക് എത്ര ആൾ വന്നിട്ടുണ്ട്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. മുഹാജിരിങ്ങൾ വന്നപ്പോ ആ മുഹാജിരിങ്ങൾക്ക് വേണ്ടി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്, അദ്ദേഹത്തെ സ്വന്തം സഹോദരനായി സ്വീകരിച്ചു. ഞാൻ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയണം, സുദീർഘമായ ചരിത്രം അദ്ദേഹത്തിന്റെ. പിന്നീട് ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടി കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. ഉഹുദ് യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഉഹുദ് വല്ലാത്തൊരു ചരിത്രമാണ്. ഉഹുദ് യുദ്ധം മുസ്ലിങ്ങൾ ആദ്യം ജയിച്ചെങ്കിൽ പിന്നീട് പരാജയപ്പെട്ടു. 70ഓളം ആളുകൾ ഉഹുദീങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദായി. കുറെ ആൾക്കാർക്ക് പരിക്ക്. ആ യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് ഖന്തഖ് യുദ്ധവും ബനു ഖുറൈള ഗോത്രക്കാരുടെ യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിലേക്ക് ആളുകൾ വേണം. പക്ഷേ ആകെ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തത് 1000 ആൾക്കാർ. അതിൽ 70 ആൾക്കാർ മരിച്ചു. ബാക്കി 500 ആളുകൾക്ക് പരിക്ക്. ബാക്കി കുറച്ച് ആൾക്കാർ മുസ്ലിങ്ങൾ. ശത്രുക്കളോ 10,000 ആളുകൾ. സഖ്യകക്ഷികൾ എന്നാണ് യുദ്ധത്തിന്റെ പേര്. ഖന്തഖ് യുദ്ധത്തിന്റെ മറ്റൊരു പേര് സൂറത്ത് അഹ്സാബ്. കിട്ടാവുന്ന എല്ലാ ശത്രുക്കളെയും അവരെ കൂട്ടിപ്പിടിച്ചു. അവരുടെ ലക്ഷ്യം എന്ന് പറയാൻ മദീന ഇല്ലാതാക്കാൻ. ഒരു മുസ്ലിം കുഞ്ഞു പോലും ബാക്കിയാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നിൽക്കാം. എന്ത് ചെയ്യണം? ആരുമില്ല, സൈന്യമില്ല. അപ്പൊ ഉള്ളവരൊക്കെ യുദ്ധത്തിന് വരുന്നു പറഞ്ഞിട്ട് ആകെ 10-200 ആളുകൾ. നബിന്റെ ടെൻഷൻ കണ്ട അല്ലാഹു ആയത്തിറക്കി, ഇൻഫിറൂ ഖിഫാഫൻ വതിഖാലാ വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ്. സ്വഹാബത്തെ, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിലും സൗകര്യമില്ലെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടണം. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ആ വാക്കിന്റെ ഒരു പ്രയോഗം നോക്കാം. സൗകര്യം ഉണ്ടെങ്കിലും സൗകര്യം ഇല്ലെങ്കിലും. ഇവിടെയാണ് ഞാനും നിങ്ങളും നമ്മളെ സൗകര്യം നോക്കുക. പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മളെ തിരക്ക് നോക്കും. നമ്മൾ ക്ലാസ് വെക്കൽ തന്നെ എപ്പോഴാണ്? നമ്മളെ സൗകര്യത്തിൽ അല്ലേ? ഇപ്പൊ ഞായറാഴ്ച വെച്ചതെങ്കിൽ നമ്മളെ സൗകര്യം, ബാക്കി ഒരാഴ്ച നമുക്ക് ഇല്ലേ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം ജിബ്രീൽ ഇറക്കപ്പെട്ട ദിവസം റസൂൽ ഇത് ഓതിക്കൊടുത്തപ്പോ റസൂലിന്റെ അടുത്തേക്ക് സഹാബാക്കൾ വരുന്ന രംഗം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ 2 സഹാബാക്കളുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവർ വരുന്നത്. കാരണം നടക്കാൻ അവർക്ക് കാലുകളില്ലായിരുന്നു. പല യുദ്ധങ്ങളിലായിട്ട് കാല് മുറിച്ചു മാറ്റപ്പെട്ടു. അങ്ങനെ നടക്കാൻ പറ്റാത്ത സ്വഹാബത്ത് പോലും ഖന്തഖിന്റെ രണമാറിൽ പ്രവാചകന്റെ വിളികേട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഖുർആന്റെ ആയത്തുകൾ അവരെ എത്രത്തോളം അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. ചില ആൾക്കാർ നടന്നു വരുന്നുണ്ട്, പക്ഷെ അവർക്ക് യുദ്ധം ചെയ്യാൻ, വാള് പിടിക്കാൻ, പരിചയം പിടിക്കാൻ കൈകളില്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ചോദിക്കുകയാണ്, എവിടെ? അതിന്റെ കൂട്ടത്തിൽ റസൂൽ ചോദിച്ചു, അതിനെ സഹജ് എവിടെ? സഹജ് ആരൊക്കെയോ സഹജിനോട് പോയി പറഞ്ഞു, എന്നെ റസൂൽ വിളിക്കുന്നുണ്ട് യുദ്ധത്തിൽ.
കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു കഴുത വന്നു. ആ കഴുതയുടെ പുറത്ത് ബാണ്ടക്കെട്ട് ഉണ്ടായി. പൊതുവെ കഴുതനെ ഉപയോഗിക്കുന്നത് ബാണ്ടക്കെട്ട് കെട്ടാനാണ്, വസ്ത്രങ്ങൾ. അത് യഥാർത്ഥത്തിൽ ബാണ്ടക്കെട്ടായിരുന്നില്ല. യുദ്ധത്തിൽ പരിക്ക് പറ്റിയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ മുഴുവൻ ബാൻഡേജ് ചുറ്റിയിട്ട് വന്നതാണ്. റസൂൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ശരീരത്തിലെ പരിക്ക് വകവെക്കാതെ അദ്ദേഹം യുദ്ധത്തിന് വന്നു. അദ്ദേഹത്തിന്റെ ആ ബാൻഡേജിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോയി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോ നല്ല മനോഹരമായ ഒരു ജുബ്ബ കൊടുത്തു. അതിന്റെ കൈത്തറിയും അതിന്റെ സ്റ്റിച്ചിങ്ങും മനോഹരമായിരുന്നു. സഹാബാക്കൾ എടുത്ത് റസൂൽ അങ്ങനെ പോയപ്പോൾ സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. അവർ പറയുകയും ചെയ്തു, അല്ലാഹു റസൂലേ, സുന്ദരമായിരിക്കും, മനോഹരമായിരിക്കും അങ്ങയുടെ വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിൻദീൽ സഅദ് ബിൻ മുആദ് ഖൈറുൻ മിൻഹാ. സ്വർഗത്തിൽ സഅദ് ബിൻ മുആദിന് കിട്ടുന്ന ഒരു കർച്ചീഫിന്റെ കഷ്ണം ഇതിനേക്കാൾ ഉത്തമമാണോ എന്ന് റസൂലുള്ളാഹി വീണ്ടും സർട്ടിഫിക്കറ്റ് കൊടുത്തു. സഅദ്, ഏത് സഅദ്? ശരീരം മുഴുവൻ വലിയ തുണി വെട്ടി ആ തുണിയിൽ മുഴുവൻ രക്തത്തിന്റെ രൂക്ഷഗന്ധവുമായി വീണ്ടും ബനൂ ഖുറൈള ഗോത്രവുമായിട്ടുള്ള യുദ്ധത്തിന് കഴുതപ്പുറത്ത് വന്ന് ധീരനായി പോരാടിയ സഅദ്. എന്താ മകളുള്ളത്? നമുക്ക് എന്താണുള്ളത്? ആ യുദ്ധവും കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബും സഅദിനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സഅദിന്റെ വീട്ടിൽ. സഅദിന്റെ വീടിന്റെ മാർബിൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മണൽപ്പരപ്പാണ്. സഅദിന്റെ വീട് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ വീട് അങ്ങനെ തന്നെയാണ്. വെറും മണ്ണ് മാത്രമാണ് അവരുടെ വീടിന്റെ അടിത്തളം. ഈത്തപ്പനയുടെ തടി കെട്ടിയുണ്ടാക്കിയ കട്ടിലായിരുന്നു അവരുടെ. ആ കട്ടിലിൽ സഅദ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റു വീഴുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റൂമിൽ ഇങ്ങനെ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റസൂലിനെ ഇങ്ങനെ തോണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ സഅദ് ഇത്? സഅദ് പുഞ്ചിരിച്ചു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ, അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, അങ്ങയുടെ പ്രാർത്ഥന എനിക്ക് മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി സഅദ് ബിൻ മുആദിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് സഅദ് ബിൻ മുആദ് വഫാത്തായി. ഈ വഫാത്താകുന്നതിന്റെയും മുസ്ലിമായതിന്റെ ഇടയിൽ വെറും 6 വർഷം മാത്രമേ. 6 വർഷം കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് സഅദ് ബിൻ മുആദ് ജീവിച്ചു തീർത്തത്. ആ ജീവിതത്തിൽ ഏതെങ്കിലും ചെറിയൊരു കണികവരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദീനിന്റെ മാർഗത്തിൽ അതൊരു മധുരമാണ്, അതൊരു ആസ്വാദനമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനും തയ്യാറോ? കിട്ടിയിട്ടില്ലേ? ഈമാനിന്റെ മധുരം മനസ്സിൽ കിട്ടിയിട്ടില്ലേ സഹോദരന്മാരെ? ഈ ദുനിയാവിന് മധുരമുള്ളതായിട്ട് നമുക്ക് തോന്നും. സത്യമല്ലേ? ഈ ദുനിയാവിന് മധുരമുള്ളതായിട്ട് തോന്നാനുള്ള കാരണം ആഖിറത്തിനുള്ള മധുരം. സ്വഹാബത്തൊക്കെ അങ്ങനെ ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ സമയത്ത് ഇങ്ങനെ സ്വർഗത്തെ പറ്റി വിശദീകരിക്കാം. ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാരക്ക തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ മനോഹാരിത റസൂൽ അങ്ങനെ വിശദീകരിച്ചപ്പോൾ ചോദിക്കുന്നു, റസൂലേ, യുദ്ധം മരിച്ചാലൊക്കെ സ്വർഗം ഉറപ്പല്ലേ റസൂലേ? ചെറിയ കുട്ടികള് ബാപ്പാനോട് പറഞ്ഞാല് ഇപ്പച്ചു ഉറപ്പല്ലേ ടൂറ് കൊണ്ടുപോകുന്നു അല്ലെ? അങ്ങനെ ചോദിക്കും. ഇതേപോലെ സ്വഹാബത്ത് ചോദിക്കണം, റസൂൽ ഉറപ്പല്ലേ സ്വർഗം ഉണ്ടെന്ന്? അതെ. ബദർ യുദ്ധം കഴിഞ്ഞു. 10ഓളം വരുന്ന ഷഹീദീങ്ങളുണ്ട്, രക്തസാക്ഷികളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഉമൈർ ഇബ്നു ഹുമാമിന്റെ മയ്യത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വീതിക്കുന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു മനുഷ്യന്റെ ഗനീമത്ത് സ്വത്ത് കൊടുത്തു. അദ്ദേഹം അതുമായിട്ട് ഓടി വന്ന് റസൂലിന്റെ അടുത്ത് വന്ന, റസൂൽ ഇതെന്താ ഇത്? എനിക്കെന്തിനാ ഈ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സമ്പത്ത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ നിങ്ങളെ കൂടെ കൂടിയത്. ഇതൊന്നും കണ്ടിട്ടല്ല റസൂലേ ഞാൻ മുസ്ലിമായത്. ഞാൻ ഇങ്ങനെ ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കും, എന്നിട്ട് എന്റെ ഇവിടെ അമ്പ് വന്ന് തറച്ച് എന്റെ രക്തം ഇങ്ങനെ ഒഴുകിയിട്ട് ഷഹീദാകണം, അത് കണ്ടിട്ടാണ് റസൂലേ. അങ്ങനെ സ്വർഗത്ത് പോകണം, എന്റെ മരണം അങ്ങനെ ത്യാഗനിർഭരമാകണം, അതാലോചിച്ചിട്ടാണെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആത്മാർത്ഥമായി തന്നെയാണ് അത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അതേ റസൂലേ, എങ്കിൽ അല്ലാഹു തആല താങ്കൾ അങ്ങനെ തന്നെ ആക്കട്ടെ. ഒരു യുദ്ധം കഴിഞ്ഞു. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഒരു മനുഷ്യനെ മയ്യത്ത് കൊണ്ടുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് അയാളല്ലേ? ആ പറഞ്ഞ ആളല്ലേ? സ്വഹാബത്ത് പറഞ്ഞ അതെ. റസൂലുള്ള വിശദീകരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് വിശദീകരിക്കൂല. എന്തായത്? മുമ്പ് നാം നിങ്ങൾക്ക് എന്താണോ റിസ്കായിട്ട് നൽകിയിട്ടുള്ളത് അത് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. മരിക്കണേന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം.
കാരണം മരണം എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. നാദാ, എന്റെ മരണമെത്തി എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അതിനാൽ കുറച്ച് സമയത്തേക്കെങ്കിലും എന്റെ ജീവിതം എനിക്ക് നീട്ടിത്തന്നാൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുകൊള്ളാം. അല്ലേ? സ്വതക്ക നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുകൊള്ളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുകൊള്ളാം. നേരത്തെ പറഞ്ഞെന്താ? ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ. അല്ലാഹുവേ, സ്വതക്ക നൽകുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ലയാണ്, വലാ സ്വല്ലാ, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. രണ്ട് ചിന്തകളാണ് എല്ലാരും അങ്ങനെ പറയുന്നത്, അല്ലേ? ഒരാളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അയാൾക്ക് നീട്ടി കൊടുക്കുകയില്ല. നമ്മളിത് അങ്ങനെ തന്നെയാണ്. സമയമായി കഴിഞ്ഞാൽ നീട്ടിക്കില്ല. നീട്ടിക്കിട്ടുന്ന അല്ലാഹു തആല പറഞ്ഞ ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ. അതിലെന്താ? ഒന്ന്, കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ് കുറച്ചും കൂടി നീട്ടിത്തരുന്ന അങ്ങനെ ചില കാര്യങ്ങൾ ഒഴിക്കും. ബാക്കിയുള്ള സമയത്തൊന്നും അല്ലാഹു തആല നീട്ടിക്കൊടുക്കില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ രേഖപ്പെടുത്തുന്ന ചില വഴിക്കലുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ആത്മാർത്ഥമായിട്ട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാം. കുറച്ച് ഉറക്കൊക്കെ മാറ്റി വെച്ച് റമദാൻ കഴിഞ്ഞാലും രാത്രി നിസ്കാരമൊക്കെ നമ്മൾ നിലനിർത്താം. നിസ്കാരത്തിന്റെ മുമ്പ് പള്ളിയിൽ കുറച്ച് നേരത്തെ വന്ന് സുന്നത്ത് നിസ്കരിക്കാം. കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. റമദാൻ കഴിഞ്ഞാലും ഇടക്കിടക്കൊക്കെ സുന്നത്തുകൾ, വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവർക്ക് സുന്നത്ത് നിസ്കരിക്കുക. രാവിലെയും വൈകുന്നേരത്തെ അധികാറുകൾ. കുറെ പാവങ്ങളുണ്ട്, അവരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാൻ സഹായിക്കാം. നമ്മുടെ ഭാര്യനെ മക്കളൊക്കെ നമ്മൾ പൊന്നുപോലെ നോക്കാം. അവർ കഴിക്കുന്ന ഓരോ ഇതിലുള്ള ഭക്ഷണവും സ്വതക്കയുടെ പ്രതിഫലം നമുക്ക് കിട്ടും. എല്ലാത്തിനും ഉപരി ഉമ്മയും ഉപ്പയും സ്വർഗമായിട്ട് നമ്മൾ കരുതവരെ. അവർ നമ്മളെ സ്വർഗമാണ്, യാതൊരു സംശയമില്ല. അവർ നമ്മളെ കൂടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവർ നമ്മളെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അനിയനും ജ്യേഷ്ഠനൊന്നും അവരെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മോശമായിട്ടുള്ളതില്ലല്ലോ കേട്ടോ, പോസിറ്റീവായിട്ട് അവരെ ചേർത്ത് അങ്ങനെ നന്മകൾ ഇങ്ങനെ ചെയ്ത് മരിക്കുന്ന നേരത്തെ ആത്മാർത്ഥമായിട്ട് കുറച്ച് ആൾക്കാരെ കണ്ണീരൊലിപ്പിക്കുന്നവരായിട്ട് ഉണ്ടാവണം. നമ്മൾ എല്ലാത്തിലും ഉപരി റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാവണം. അല്ലാഹു തആല അങ്ങനെ ഏറ്റവും നല്ല മരണം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും അർഹമറായുമായ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഈ റമദാനിൽ പരമാവധി അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള കഴിവും മനസ്സും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ ഒരുപാടുണ്ട്. രഹസ്യമായി, പരസ്യമായി, അറിഞ്ഞും അറിയാതെയും കണ്ടുകൊണ്ടും കാണാതെയൊക്കെ ചെയ്ത അമലുകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവെ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. തീരാ നഷ്ടമായ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.